വെൽക്കം ടു യശോദ എജു പ്ലാറ്റ്ഫോം. ഇത് നമ്മൾ നോക്കുന്നത് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഓക്കെ, അതായത് ആദ്യമായിട്ട് ബയോടെക്നോളജി എന്തെന്ന് പറഞ്ഞാൽ ബയോടെക്നോളജി ഡീൽസ് വിത്ത് ടെക്നിക്സ് ആണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. എന്ത് ടെക്നിക്സാണ്? നമ്മൾ ലൈവ് ഓർഗനിസംസ്, ജീവനുള്ള ഓർഗനിസംസിനെയോ അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള എൻസൈമുകളെയോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടാക്കിയെടുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള എന്ത് പ്രോസസ്സ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ ഉപയോഗിക്കുന്നു. സോ അവർ ആ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്സുകളെ പറ്റി ഡീൽ ചെയ്യുന്ന ഭാഗമാണ് ബയോടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ബയോടെക്നോളജിയുടെ ഫലത്തിലാണ് നമുക്ക് എന്തൊക്കെ കിട്ടുന്നത്? ടെസ്റ്റ് ഓഫ് ബേബീസിൻ്റെ ഡിസ്കവറി വരുന്നത്, അതുപോലെ വാക്സിൻസിൻ്റെ ഡിസ്കവറി, പിന്നെ എന്തെങ്കിലുമൊക്കെ ജീൻസിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻ, പിന്നെ അതിനേക്ക് നമുക്ക് ഡിഫക്റ്റീവ് ജീൻസൊക്കെ ഉണ്ടെങ്കിൽ അതിനേക്ക് കറക്റ്റ് ചെയ്യുക. സോ അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു ബയോടെക്നോളജി എന്ന് പറയുന്നത്. സോ നമുക്കിതിൻ്റെ ഒരു ഡെഫിനിഷൻ EFB നൽകിയൊരു ഡെഫിനിഷൻ നോക്കാം. EFB എന്ന് പറയുന്നത് ദ യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി കൊടുത്ത ഡെഫിനിഷൻ നോക്കാം. The definition given by EFB is as follows. എന്താണ്? The integration of natural science and organisms, cells, the parts thereof and molecular analogues for products and services. എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രേഷനാണ്. എന്തൊക്കെയായിട്ട്? സയൻസും ഓർഗനിസംസും തമ്മിലുള്ള ഇൻ്റഗ്രേഷനാണ്, അല്ലെങ്കിൽ സയൻസും ജീവികളുടെ ഒരു പാർട്ട്, ഒരു ഭാഗമായിട്ടുള്ളത്, അല്ലെങ്കിൽ എന്ത് പറയാനായിട്ട്, മോളിക്കുലർ അനലോഗ്സ് ഫോർ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. അത് അവരുടെ മോളിക്യൂൾസായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളല്ല. ഇതിനെയും സയൻസിനെയും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോർഷനാണ് എന്തെന്ന് പറയുന്നത് EFBയുടെ യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജിയുടെ കാഴ്ചപ്പാടിലെ ബയോടെക്നോളജിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി പ്രിൻസിപ്പിൾ ഓഫ് ബയോടെക്നോളജിയിലോട്ട് പോവാം. ആദ്യമായിട്ട് 2 പ്രിൻസിപ്പിളാണ് ഇതിനകത്ത് വരുന്നത്. എമംഗ് മെനി ദ 2 കോർ ടെക്നിക്സ് ദാറ്റ് എനേബിൾഡ് ബർത്ത് ഓഫ് മോഡേൺ ബയോടെക്നോളജി ആർ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 2 പ്രിൻസിപ്പിൾ, ഒന്ന് ജനറ്റിക് എഞ്ചിനീയറിംഗ്, രണ്ടാമത്തേത് മെയിൻ്റനൻസ് ഓഫ് സ്റ്റെറൈൽ എന്ന് പറയുന്നത് മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഫ്രീ ആയിട്ടുള്ളതിനെയാണ് സ്റ്റെറൈൽ എന്ന് പറയുക. വേറെ മാലിന്യം എന്ന് ഉദ്ദേശിക്കുന്നത് മൈക്രോബ്സിൻ്റെ അൺഡിസൈറബിൾ ആയിട്ടുള്ള മൈക്രോബ്സിനെ ഒഴിവാക്കി നിർത്തുന്ന കണ്ടീഷനാണ് സ്റ്റെറൈൽ കണ്ടീഷൻ. മെയിൻ്റനൻസ് ഓഫ് സ്റ്റെറൈൽ ആംബിയൻസ് ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് പ്രോസസ്സസ് ടു എനേബിൾ ഗ്രോത്ത് ഓഫ് ഓൺലി ദ ഡിസയർ മൈക്രോബ് ഓർ യുക്കാരിയോട്ടിക് സെൽ ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ഫോർ ദി മാനുഫാക്ചർ ഓഫ് ബയോടെക്നോളജിക്കൽ പ്രോഡക്ട്സ് ലൈക്ക് ആൻറ്റിബയോട്ടിക്സ്, വാക്സിൻസ്, എൻസൈംസ് എക്സെട്ര. അപ്പോൾ ആദ്യം പറഞ്ഞ ജനറ്റിക് എഞ്ചിനീയറിംഗും അതുപോലെ രണ്ടാമത്തെ മെയിൻ്റനൻസ് ഓഫ് സ്റ്റെറൈൽ കണ്ടീഷനുമാണ് എന്തിൻ്റെ പ്രിൻസിപ്പിൾ, ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, മോഡേൺ ബയോടെക്നോളജിയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്താണ്? ടെക്നിക്സ് ടു ഓൾട്ടർ ദ കെമിസ്ട്രി ഓഫ് ജനറ്റിക് മെറ്റീരിയൽ DNA or RNA ടു ഇൻട്രൊഡ്യൂസ് ദീസ് ഇൻ ടു ഹോസ്റ്റ് ഓർഗനിസംസ് ആൻഡ് ദസ് ചേഞ്ച് ദ ഫിനോടൈപ്പ് ഓഫ് ദി ഹോസ്റ്റ് ഓർഗനിസം. ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് നമ്മൾ ജനറ്റിക് മെറ്റീരിയലായിട്ടുള്ള DNAയിലോ RNAയിലോ എന്തെങ്കിലുമൊക്കെ ഓൾട്ടറേഷൻസ് ഉണ്ടാക്കുകയാണ്, അതിലേക്ക് ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഇവന്മാരെ നമ്മൾ എന്തിലോട്ട് വിടുകയാണ്? ഒരു ഹോസ്റ്റ് ഓർഗനിസംസിൽ. ഓക്കെ, ഇവനെ റിസീവ് ചെയ്യാൻ കഴിവുള്ള ഓർഗനിസത്തിനാണ് ഹോസ്റ്റ് ഓർഗനിസം എന്ന് പറയുന്നത്. ഹോസ്റ്റ് ഓർഗനിസത്തിലോട്ട് വിടുകയാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഈ കൊടുത്ത ഓൾട്ടേർഡ് DNAയുടെ ഫങ്ഷൻ അവിടെ എന്തായിട്ട് ആക്ട് ചെയ്യും? അവരുടെ ഫീനോടൈപ്പിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടാക്കി വയ്ക്കും. ഓക്കെ, സോ അതാണ് നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് മെയിൻ്റനൻസ് ഓഫ് സ്റ്റെറൈൽ കണ്ടീഷൻ അല്ലേ. സ്റ്റെറൈൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഇത്രയും പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ഓർഗനിസത്തിനെ മാത്രം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എൻസൈം ആയിരിക്കും നമുക്ക് വേണ്ടത്. സോ അവരെ മാത്രം വളർത്തിയെടുക്കണമെങ്കിൽ വേറെ ഓർഗനിസത്തിൻ്റെ ഒന്നും കണ്ടാമിനേഷൻ പാടില്ല. സോ അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ്. സോ ഈ 2 പ്രിൻസിപ്പിളാണ് നമുക്ക് ബേസിക്കായിട്ട് പറയാൻ പറ്റുന്നത് ബയോടെക്നോളജിയുടെ പ്രിൻസിപ്പിളായിട്ട്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് നോക്കാനുള്ളത് കുറച്ച് ടേംസുകൾ.
എന്താണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ? ഇൻ എ ക്രോമസോം ദർ ഈസ് എ സ്പെസിഫിക് DNA സീക്വൻസ് കോൾഡ് ദി ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇനിഷ്യേറ്റിംഗ് റെപ്ലിക്കേഷൻ. ഒരു DNA റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവണമെങ്കിൽ അതിന് വേണ്ട അത് നടക്കുന്ന സ്പെസിഫിക് DNA സീക്വൻസുകളെയാണ് നമ്മൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് പ്ലാസ്മിഡ് എന്താണെന്ന് നോക്കാം. പ്ലാസ്മിഡ് എന്ന് പറയുന്നത് നമ്മളെ ചില ബാക്ടീരിയകളിൽ കാണുന്ന എക്സ്ട്രാ ക്രോമസോമൽ DNA പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഈ ഒരു ആർട്ടിഫിഷ്യൽ റീകോമിനൻ്റ് DNA മോളിക്യൂൾ ഉണ്ടാക്കിയ സമയത്തുള്ള ഒരു ഡിസ്കവറി നോക്കാം. ആദ്യമായിട്ട് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഫസ്റ്റ് റീകോമ്പിനൻ്റ് DNA. റീകോമ്പിനൻ്റ് DNA എന്ന് പറഞ്ഞാൽ എന്താണ്? RDNA എന്നൊക്കെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഒരു DNA. ആ DNA-യിലോട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ക്യാരക്ടേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മോഡിഫൈ ചെയ്യും അല്ലേ. സോ അതിനെയാണ് നമ്മൾ റീകോമ്പിനൻ്റ് DNA എന്ന് പറയുന്നത്. ആ ഒരു DNA-യിൽ നമ്മളൊരു വേറെ ഏതെങ്കിലും പാർട്ട് DNA നമ്മൾ കൊണ്ട് ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ അതെന്തായി? ആ DNA എന്തായി? റീകോമ്പിനൻ്റ് ആയി. ഇനി ഈ ഫോറിൻ DNA നമ്മൾ ഒരു ഹോസ്റ്റിലോട്ട്, ഒരു ജീവിയിലോട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഹോസ്റ്റ് എന്തായിട്ട് മാറി? ആ ഒരു ഓർഗാനിസം എന്തായിട്ട് മാറി? റീകോമ്പിനൻ്റ് ആയിട്ട് മാറി. സോ റീകോമ്പിനൻ്റ് DNA-നും റീകോമ്പിനൻ്റ് ഓർഗാനിസത്തിനെയും മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ റീകോമ്പിനൻ്റ് DNA മോളിക്യൂളിൻ്റെ കണ്ടുപിടുത്തത്തിനെ പറ്റി നോക്കാം. ദ കൺസ്ട്രക്ഷൻ ഓഫ് ഫസ്റ്റ് റീകോമ്പിനൻ്റ് DNA എമർജ്ഡ് ഫ്രം ദി പോസിബിലിറ്റി ഓഫ് ലിങ്കിങ് എ ജീൻ എൻകോഡിംഗ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് വിത്ത് എ നേറ്റീവ് പ്ലാസ്മിഡ് ഓട്ടോണോമസ്ലി റെപ്ലിക്കേറ്റിംഗ് സർക്കുലർ എക്സ്ട്രാ ക്രോമസോമൽ DNA ഓഫ് സാൽമോണല്ല ടൈഫിമ്യൂരിയം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് റീകോമ്പിനൻ്റ് DNA ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നറിയാമോ? ലിങ്കിങ് എ ജീൻ എൻകോഡിംഗ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന ക്യാരക്ടർ കിട്ടുന്ന ഒരു ജീന്. ആ ജീനിനെ സാൽമോണല്ല ടൈഫിമ്യൂരിയം എന്ന് പറയുന്ന ബാക്ടീരിയയുടെ എക്സ്ട്രാ ക്രോമസോമൽ DNA അതിൻ്റെ പ്ലാസ്മിഡിലോട്ട് ചേർത്ത് വയ്ക്കുകയാണ്. അതാണ് ആദ്യമായിട്ടുണ്ടാക്കിയ ഫസ്റ്റ് റീകോമ്പിനൻ്റ് DNA. മനസ്സിലായോ? അപ്പോൾ ഇതിൽ പഠിക്കേണ്ടത് ഫസ്റ്റ് റീകോമ്പിനൻ്റ് DNA-യിൽ യൂസ് ചെയ്ത ആ ക്യാരക്ടർ എന്താണെന്ന് ചോദിച്ചാൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനാണ്. അതെന്തിലോട്ടാണ് ഇൻസേർട്ട് ചെയ്തത്? സാൽമോണല്ല ടൈഫിമ്യൂരിയം എന്ന് പറയുന്ന ബാക്ടീരിയയുടെ പ്ലാസ്മിഡിലോട്ട്. ഇതാരാണ് ചെയ്തത്? സ്റ്റാൻലി കോഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ അക്കംപ്ലിഷ്ഡ് ദിസ് ഇൻ 1972 by isolating the antibiotic resistance gene by cutting out a piece of DNA from a plasmid which was responsible for conferring antibiotic resistance. അപ്പോൾ ഇവർ ആരാണ് ആൻറ്റിബയോട്ടിക് ഈ ഒരു ഫസ്റ്റ് റീകോമ്പിനൻ്റ് DNA ചെയ്തെടുത്തത്? സ്റ്റാൻലി കോഹനും ഹെർബർട്ട് ബോയറാണ്. ഓക്കെ, ഈ സ്റ്റാൻലി കോഹനും അതുപോലെ ഹെർബർട്ട് ബോയറുമാണ്. ഈ സെയിം സെൻറ്റൻസ് നമുക്ക് ഏത് പരീക്ഷയ്ക്കാണ് എന്ന് ഓർമ്മ വരുന്നില്ല, ഡയറിയുടെ എക്സാമാണോ ഏതാണെന്നോ ഈ സെയിം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ആ സയൻറ്റിസ്റ്റിൻ്റെ പേരുകളൊക്കെ. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ഒരു ജീൻ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സീക്വൻസിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. എന്നാലേ അതിനെയാണ് നമ്മൾ പുതിയൊരു ഹോസ്റ്റലിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഇങ്ങനെ നമുക്ക് വേണ്ട ഡിസൈഡ് ജീൻസിനെ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എൻസൈമുകളെ പറയുന്ന പേരാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ്. അതിനെ കുറച്ചും കൂടി നമ്മൾ കോമൺ നെയിമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്കുലാർ സിസേഴ്സ് എന്ന് പറയും പൊതുവെ. ഓക്കെ, മോളിക്കുലാർ സിസേഴ്സ് എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻ എൻസൈംസ് തന്നെയാണ്. പിന്നെ ഈ റെസ്ട്രിക്ഷൻ എൻസൈംസ് അത്രയും നോക്കി വയ്ക്കുക. അടുത്തത് ദ കട്ട് പീസ് ഓഫ് DNA വാസ് ദെൻ ലിങ്ക്ഡ് വിത്ത് ദി പ്ലാസ്മിഡ് DNA. അപ്പോൾ ഇങ്ങനെ നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈം യൂസ് ചെയ്ത് ഒരു DNA കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ആ പീസിനെ പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ ഒരു പ്ലാസ്മിഡ് DNA-യിലോട്ട് കൊണ്ട് ചേർത്ത് വയ്ക്കുകയാണ്. ദീസ് പ്ലാസ്മിഡ് DNA ആക്ട് ആസ് വെക്ടേഴ്സ് ടു ട്രാൻസ്ഫർ ദ പീസ് ഓഫ് DNA അറ്റാച്ച്ഡ് ടു ഇറ്റ്. അതായത് നമ്മൾ ഈ വെക്ടറിൽ വയ്ക്കുന്ന എന്തിനാണ്? നമുക്കൊരു സ്ഥലം വരെ പോകണമെങ്കിൽ നമ്മൾ ബസ്സിൽ ഇപ്പോൾ യാത്ര ചെയ്യണം, ഒരു വെഹിക്കിളിനെ ആശ്രയിക്കണം. അതുപോലെ ഈ ഡിസൈഡ് ആയിട്ടുള്ള ഫ്രാഗ്മെൻറ്റ് ഓഫ് DNA-നെ ഒരു ഹോസ്റ്റലിലോട്ട് കൊണ്ട് എത്തിക്കുന്ന പരിപാടിയാണ് വെക്ടേഴ്സിൻ്റെ പരിപാടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാസ്മിഡ് DNA-യിലോട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള കട്ട് പീസസിനെ കൊണ്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവന്മാരെ നമ്മൾ എന്ത് ചെയ്യാണ്? അവരാണ് പിന്നെ വെക്ടേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. അതായത് ഹോസ്റ്റ് സെൽസിലോട്ട് കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി, ഈ ഒരു പീസ് ഓഫ് DNA ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്ന വെക്ടേഴ്സാണ്. പിന്നെ ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്
ജസ്റ്റ് 3 ബേസിക് സ്റ്റെപ്സ് ഒന്ന് നോക്കുക. 3 ബേസിക് സ്റ്റെപ്സ് ഇൻ ജനറ്റിക്കലി മോഡിഫൈയിങ് ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിനെ ജനറ്റിക്കലി മോഡിഫൈ ചെയ്യണമെങ്കിലുള്ള 3 സ്റ്റെപ്പുകൾ. ജനറ്റിക്കലി മോഡിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്താണ്, ഒരു ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്യുന്ന കാര്യത്തിനെയാണ് ഈ ജനറ്റിക്കലി മോഡിഫൈയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് DNA വിത്ത് ഡിസൈറബിൾ ജീൻ. ഓഫ് കോഴ്സ് നമുക്ക് ഏത് ക്യാരക്ടറാണ് വേണ്ടത് അതിൻ്റെ കറസ്പോണ്ടിങ് ജീൻസിനെ കണ്ടുപിടിക്കുക, ഐഡൻറ്റിഫൈ ചെയ്യുക. 2, ഇൻട്രൊഡക്ഷൻ ഓഫ് ദി ഐഡൻറ്റിഫൈഡ് DNA ഇൻറ്റു ദ ഹോസ്റ്റ്. രണ്ടാമത് എന്താണ്, ഈ കണ്ടുപിടിച്ച ജീനിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഏത് ഓർഗാനിസത്തിനെയാണോ നമുക്ക് മോഡിഫൈ ചെയ്യേണ്ടത് അവനിലോട്ട് കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെയിൻ്റനൻസ് ഓഫ് ഇൻട്രൊഡ്യൂസ്ഡ് DNA ഇൻ ദ ഹോസ്റ്റ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ദി DNA ടു ഇറ്റ്സ് പ്രോജനി. ഓക്കെ, ആ ഈ ഹോസ്റ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത DNAയുടെ മെയിൻ്റനൻസും അതുപോലെ അതിൻ്റെ സെക്കൻഡ് ജനറേഷൻസിലോട്ടും എന്ത് ചെയ്യാണ്, സെക്കൻഡ് തേർഡ് ഫർദർ ജനറേഷൻസിലോട്ടും ഈ ഒരു DNA ട്രാൻസ്ഫർ ക്യാരി ഔട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്കിനി നോക്കാം ടൂൾസ് ഓഫ് റീകോമിനൻ്റ് DNA ടെക്നോളജി. അതായത് ഈ ഒരു rDNA പ്രോസസ്സ് ഒരു ടെക്നോളജി ക്യാരി ഔട്ട് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന നമുക്ക് എന്തെല്ലാം വേണമെന്നുള്ളതാണ്. ഓക്കെ, അതാണ് ടൂൾസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ടൂൾസിൽ എന്തൊക്കെയാണ് വരുന്നത്, നമുക്ക് ഒരു റീകോമിനൻ്റ് DNA ടെക്നോളജി അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ട ആൾക്കാരെ മൊത്തമാണ് നമ്മൾ ടൂൾസ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഒന്നാമത്തെ എന്താണ്, റെസ്ട്രിക്ഷൻ എൻസൈംസ്. 2 പോളിമറൈസ് എൻസൈംസ്. 3 ലിഗേസ്. 4 വെക്ടേഴ്സ്. 5 ഹോസ്റ്റ് ഓർഗാനിസം. ഓക്കെ, നമുക്ക് വേണ്ട പീസ് ഓഫ് DNA കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്ട്രിക്ഷൻ എൻസൈം വേണം. പിന്നെ എന്താണ്, അവരുടെ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് കോപ്പീസ് ഉണ്ടാക്കിയെടുക്കണം. സോ അവിടെ നമുക്ക് പോളിമറൈസ് എൻസൈമുകൾ വേണം. പിന്നെ എന്താണ്, ഈ ഉണ്ടാക്കിയെടുത്ത ഫ്രാഗ്മെൻറ്റ്സിന് കറക്റ്റായിട്ട് ഒരു വെക്ടറിൽ കൊണ്ടുപോയി ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലിഗേസസ് എൻസൈം വേണം. അപ്പോൾ അവിടെ തന്നെ വെക്ടേഴ്സും പറഞ്ഞു, നമുക്ക് വെക്ടേഴ്സ് വേണം ക്യാരിയറായിട്ട്. പിന്നെ എന്താണ്, ഹോസ്റ്റ് ഓർഗാനിസം. ഏത് ഓർഗാനിസത്തിലാണോ കൊണ്ടെത്തിക്കേണ്ടത് ഹോസ്റ്റ് ഓർഗാനിസവും കൂടി നമുക്ക് വേണം. സോ ഇത്രയാണ് നമ്മൾ ടൂൾസ് ഓഫ് റീകോമിനൻ്റ് DNA ടെക്നോളജിക്കകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം റെസ്ട്രിക്ഷൻ എൻസൈം നോക്കാം. ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻസൈം എൻഡോന്യൂക്ലിയേസ് എന്ന് പറയുന്നത് ഹൈൻഡ് 2 ആണ് കേട്ടോ. ആദ്യത്തെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എന്ന് പറയുന്നത് ഹൈൻഡ് 2 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ പറയുമ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറയുമ്പോൾ എൻസൈംസ് റെസ്പോൺസിബിൾ ഫോർ കട്ടിങ് ദ DNA ആണ്. ഓക്കെ, കട്ടിങ് ദ ജെനറ്റിക് മെറ്റീരിയലിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറയുന്നത്. അതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. റെസ്ട്രിക്ഷൻ എക്സോന്യൂക്ലിയേസും ഉണ്ട്, എൻഡോന്യൂക്ലിയേസും ഉണ്ട്. എക്സോന്യൂക്ലിയേസ് എന്ന് പറയുന്നത് കട്ട്സ് അറ്റ് എൻഡ്. ഓക്കെ, ഒരു DNA ഒരു ജെനറ്റിക് മെറ്റീരിയലിൻ്റെ എൻഡിലായിട്ട് കട്ട് ചെയ്യുന്ന എൻസൈമുകളാണ് എക്സോന്യൂക്ലിയേസ്. ഇനി ഒരു ജെനറ്റിക് മെറ്റീരിയലിൻ്റെ സ്പെസിഫിക് സൈറ്റിൽ കട്ട്സ് ഉണ്ടാക്കുന്ന എൻസൈമുകളെയാണ് നമ്മൾ എൻഡോന്യൂക്ലിയസസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്പെസിഫിക് സൈറ്റ്, നമുക്ക് അതിൻ്റെ അകത്ത് എവിടെ വേണമെങ്കിലും ഏത് സൈറ്റിൽ വേണമെങ്കിലും കട്ട് ഉണ്ടാക്കാം. സോ അവരെയാണ് നമ്മൾ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്നത്. എക്സോന്യൂക്ലിയസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തോന്നാണ്, എൻഡിൽ മാത്രം കട്ട്സ് ഉണ്ടാക്കുന്നവരാണ് എക്സോന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെ ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഹൈൻഡ് 2 ആണ്. പിന്നെ അടുത്ത് ഹൈൻഡ് 2ൻ്റെ കുറച്ച് പ്രത്യേകതകൾ. ഓക്കെ, ഹൈൻഡ് 2. ഇനി ഇതിൻ്റെ നെയിമിംഗ് നോക്കാം. നമ്മൾ ഇപ്പോൾ ഇക്കോ R1 എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ എടുത്തിട്ട് ഇതൊരു റെസ്ട്രിക്ഷൻ എൻസൈമാണ്. ഇയാളുടെ നെയിം എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം. ഇതിൽ ആദ്യം ഇല്ലേ, കോളൈ, എന്ന് ഉദ്ദേശിക്കുന്നത് എസ്കരീഷ്യ കോളൈ എന്ന് പറയുന്ന ഓർഗാനിസത്തിൻ്റെ ഓക്കെ, അതിൻ്റെ ജീനസ് നെയിമും. അതുപോലെ എന്ന് പറയുമ്പോഴത്തേക്കും എസ്കരീഷ്യ കോളൈൻ്റെ CO ആ എന്താണ് 2 ലെറ്റേഴ്സ് അതിൻ്റെ സ്പീഷീസ് നെയിമും. പിന്നെ എന്താണ് ഹിക്കോ R1 അല്ലേ. എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു സ്ട്രെയിൻ ഏതാണ്, ഇതിൻ്റെ സ്ട്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ എസ്കരീഷ്യ കോളൈ RY13 ആണ് ഈ ഒരു സ്പെസിഫിക് സ്ട്രെയിൻ. സോ അതിൻ്റെ എടുത്തു. പിന്നെ അതിൽ 1, 2 എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഡിസ്കവറിൻ്റെ ഓർഡറിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതായി. ഇനി എക്സോന്യൂക്ലിയസ് എൻഡോന്യൂക്ലിയസ് പറഞ്ഞു കഴിഞ്ഞു. എക്സോന്യൂക്ലിയസ് ആണെങ്കിൽ ഫ്രം ദി എൻഡ്സ് ഓഫ് ദി DNA, വേറെസ് എൻഡോന്യൂക്ലിയസ് മേക്സ് കട്ട് അറ്റ് സ്പെസിഫിക് പൊസിഷനിലാണ് എക്സോന്യൂക്ലിയസ് കട്ട് ചെയ്യുന്നത്. ഇനി ഈ റെസ്ട്രിക്ഷൻ എൻസൈംസ് ഓക്കെ, ഇവർ കട്ട്സ് ഉണ്ടാക്കണമെങ്കിൽ ആ ഭാഗത്തെ സീക്വൻസിനൊരു പ്രത്യേകതയുണ്ട്. അവർ പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആയിരിക്കണം.
ഓക്കെ, പാലിൻഡ്രോമിക് ആയിരിക്കണം. പിന്നെ പാലിൻഡ്രോമിക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തോന്നാണ്, നമ്മളിപ്പം ഈ മലയാളം എന്നെഴുതുന്നത് ഇടത്തുനിന്ന് വലത്തോട്ട് വായിച്ചാലും വലത്തുനിന്ന് ഇടത്തോട്ട് വായിച്ചാലും നമുക്ക് മലയാളം ഒന്ന് റീഡ് ചെയ്യാൻ പറ്റും അല്ലേ. അതായത് അങ്ങനത്തെ സീക്വൻസ് ആയിരിക്കണം. ഓക്കെ, ഒരു എന്താണ് 2 ഡയറക്ഷനിൽ നിന്നും സെയിം ആയിരിക്കണം. അത് അങ്ങനത്തെ റീഡ് ചെയ്യാൻ പറ്റുന്ന, ഫോർവേഡ് ബാക്ക്വേർഡ് ഡയറക്ഷനിൽ വായിച്ചാലും സെയിം ആയിട്ടുള്ള എന്തായിരിക്കണം, നൈട്രജൻ ബേസസ് വരുന്ന ഏരിയസാണ് ഈ റെസ്ട്രിക്ഷൻ എൻസൈംസ് ആക്ട് ചെയ്യുന്നത്. പിന്നെ ഓരോ റെസ്ട്രിക്ഷൻ എൻസൈമിനും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റീജിയൻ ഉണ്ടാവും. പിന്നെ സ്പെസിഫിക് ഒരു ജീൻ സീക്വൻസ് അവിടെ മാത്രമേ ഓരോരുത്തരും പോയി കട്ട്സ് ഉണ്ടാക്കുകയുള്ളൂ. ഇനി അടുത്ത് DNA-നെ എന്താണ് ഇതാക്കത്തില്ലേ, DNA-നെ നമ്മൾ ലിഗേറ്റ് ചെയ്യുക എന്ന് പറയും, അതിനെ ഒട്ടിക്കുന്നത്. ഓക്കെ, അതിന് നമ്മൾ ലിഗേഷൻ പ്രോസസ്സ് എന്ന് പറയും. സോ ഇപ്പോൾ വെക്ടറിൽ നമ്മളെ പ്ലാസ്മിഡിൽ കൊണ്ടുപോയി DNA ഫ്രാഗ്മെൻറ്റിനെ കൊണ്ട് ചേർത്ത് വയ്ക്കുന്നത് ഏത് എൻസൈം വെച്ചിട്ടാണ്? ലിഗേസസ് എൻസൈം വെച്ചിട്ടാണ് ചേർത്ത് വയ്ക്കുന്നത്. ഈ ഒരു ഫിഗർ, ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് റീകോമിനൻ്റ് DNA ടെക്നോളജിയാണ് ഈ ഒരു ഫിഗർ. അപ്പോൾ ആദ്യം നമ്മളെ കയ്യിൽ ഫോറിൻ DNA കണ്ടുപിടിക്കുകയാണ്, ഒരു ഫോറിൻ DNA. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? സം റെസ്ട്രിക്ഷൻ എൻസൈം കട്ടിങ് ബോത്ത് ഫോറിൻ DNA ആൻഡ് വെക്റ്റർ DNA അറ്റ് സ്പെസിഫിക് പോയിന്റ്. നമുക്കിനി എന്ത് ചെയ്യാണ്? ഈ DNA-നെ കട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പോർഷൻ, ഓക്കെ, ഇപ്പോൾ നമുക്കിത് ഈ ഒരു നടുക്കത്തെ ഈ ഒരു പോർഷനാണ് നമുക്ക് ആവശ്യം. സോ ഇവനെ കൊണ്ടുപോയി നമുക്ക് എന്ത് ചെയ്യണം? ഒരു വെക്റ്ററിലോട്ട് ഒട്ടിക്കണം. അപ്പോൾ വെക്റ്ററിൽ ഒട്ടിക്കണമെന്ന് പറയുമ്പോൾ, വെക്റ്റർ എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ക്രോമസോമൽ DNA ആണ്. സോ ആ ഒരു സർക്കുലർ DNA ആണ്. സോ നമുക്ക് അവനിലും ഒരു കട്ട് ഉണ്ടാക്കണം. സോ അവനിലേയും നമ്മളൊരു കട്ട് ഉണ്ടാക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഒരു പീസിനെ കൊണ്ടുപോയി ഇവിടെ ഒട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എൻസൈം ലിഗേസ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കണ്ടോ, ഈ ഒരു റെഡിൻ്റെ കൂടെ മേലെ എന്താണ്? ഒരു ബ്ലൂ കളർ. ദാറ്റ് മീൻസ് നമ്മുടെ ഡിസൈഡ് ആയിട്ടുള്ള DNA ഫ്രാഗ്മെൻറ്റ് ഈ ഒരു പ്ലാസ്മിഡിലോട്ട് ഒട്ടിച്ചു വച്ചിരിക്കുകയാണ്. ദെൻ ഇവർ അടുത്ത പ്രോസസ്സ് ട്രാൻസ്ഫർമേഷൻ. അതായത് നമ്മൾ ഈ ഒരു എന്താണ് റീകോമിനൻ്റ് DNA-നെ നമ്മൾ വേറൊരു ഓർഗനിസത്തിലോട്ട്, ഡിസൈഡ് ആയിട്ടുള്ള ഹോസ്റ്റിലോട്ട് കൊണ്ടുപോയി എത്തിക്കുകയാണ്. അതിനുശേഷം എന്താണ്? അത് സക്സസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ ഹോസ്റ്റിനെ മൾട്ടിപ്ലൈ ചെയ്ത് കൂടുതൽ സെൽസ് ഉണ്ടാക്കിയെടുക്കും. എന്തിനു വേണ്ടിയിട്ട്? ആ സെല്ലിൻ്റെ അതിൽ നിന്നുള്ള ഡിസൈഡ് പ്രോഡക്റ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട്. സോ ഇത്രയാണ് സിമ്പിളായിട്ട് പറഞ്ഞ റീകോമിനൻ്റ് DNA ടെക്നോളജി. അപ്പോൾ നമ്മളിപ്പോൾ റീകോമിനൻ്റ് DNA ടെക്നോളജിയുടെ ഓരോരോ ടൂൾസ് പഠിച്ച് പോകുന്നു, പ്ലസ് ആ ഒരു പ്രോസസ്സും കൂടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ്? റെസ്ട്രിക്ഷൻ എൻസൈംസ് വേണം നമുക്ക് ആവശ്യമായിട്ടുള്ള DNA ഫ്രാഗ്മെൻറ്റ്സിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അവരെ നമുക്ക് ഒരു പ്ലാസ്മിഡിലോട്ട് ലിഗേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ലിഗേസ് എൻസൈം വേണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ DNA ഫ്രാഗ്മെൻറ്റ് ചെയ്തതിന് ശേഷം അടുത്ത് ചെയ്യുന്നതെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു DNA എന്ന് പറയുമ്പോൾ ഒരു ലെങ്തി ആയിട്ടുള്ള എന്താണ് മോളിക്യൂളാണല്ലേ. സോ നമ്മൾ അവരെ കട്ട് ചെയ്ത് കുഞ്ഞു ഫ്രാഗ്മെൻറ്റ്സ് ആക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് നമ്മുടെ ഡിസൈഡ് ആയിട്ടുള്ള ഫ്രാഗ്മെൻറ്റിനെ എങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും, അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ജെൽ ഇലക്ട്രോഫോറസിസ്. സോ സെപ്പറേഷൻ ആൻഡ് ഐസൊലേഷൻ ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സ് നോക്കാം. ദ കട്ടിംഗ് ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ് റിസൾട്ട് ഇൻ ദി ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് DNA. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രാഗ്മെൻറ്റ്സ് കിട്ടി. ദീസ് ഫ്രാഗ്മെൻറ്റ്സ് ക്യാൻ ബി സെപ്പറേറ്റ് ബൈ എ ടെക്നിക് നോൺ ആസ് ജെൽ ഇലക്ട്രോഫോറസിസ്. സിൻസ് DNA fragments are negatively charged molecules, they can be separated by forcing them to move towards the anode under the electric field through a medium matrix. DNA നെഗറ്റീവ് ചാർജ് ആണ്. സോ നമുക്കിവിടെ ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പോസിറ്റീവ് ചാർജുള്ള ആനോഡിലോട്ട് DNA-നെ മൂവ് ചെയ്യിക്കാൻ പറ്റും. നൗഡേയ്സ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെട്രിക്സ് ഈസ് അഗറോസ്. ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ജെല്ല്, പലതരത്തിലുള്ള ജെല്ലുകളുണ്ട്. കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന അഗറോസ് ജെല്ലാണ്. അതുകൊണ്ടാണ് അതിനെ അഗറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്നും പറയാറുണ്ട്. വിച്ച് ഈസ് എ നാച്ചുറൽ പോളിമർ എക്സ്ട്രാക്റ്റഡ് ഫ്രം സീ വീഡ്സ്. ഈ അഗറോസ് എന്ന് പറയുന്നത് സീ വീഡിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന പോളിമറാണ്. ദ DNA ഫ്രാഗ്മെൻറ്റ്സ് സെപ്പറേറ്റ് അക്കോർഡിംഗ് ടു ദെയർ സൈസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരെ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ദെയർ സൈസ് ആണ്, ത്രൂ സീവിങ് ഇഫക്റ്റ് പ്രൊവൈഡഡ് ബൈ ദി അഗറോസ് ജെൽ. ഹെൻസ് ദ സ്മോളർ ദ ഫ്രാഗ്മെൻറ്റ് സൈസ് ദ ഫാർദർ ഇറ്റ് മൂവ്സ്. സ്മോളർ ഫ്രാഗ്മെൻ്റ് ആണെങ്കിൽ അയാൾ എന്ത് ചെയ്യുക? സ്പീഡിൽ കൂടുതൽ ദൂരം എന്ത് ചെയ്യും? സഞ്ചരിക്കും എന്നുള്ളത്. ഓക്കെ, മറ്റേതാണെങ്കിൽ ഹെവിയർ മോളിക്യൂൾസ് ആണെങ്കിൽ നമ്മൾ എന്താണ് DNA എവിടെയാണ് നമ്മൾ വെച്ചത്, ഫ്രാഗ്മെൻറ്റ്സ് എവിടെയാണ് വെച്ചത് അവിടെ തന്നെ ഇരിക്കും. ഓക്കെ, മൂവ്മെൻറ്റ് സ്ലോ ആയിരിക്കും.
അടുത്തത് ദ സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെൻറ്റ്സ്. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്ത് മാറിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള DNA നമുക്കിപ്പോൾ കിട്ടും. എന്നിട്ട് ഇനി അതിനെ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് മാറ്റണം. ഓക്കെ, ഇപ്പോൾ ഒരു ജെൽ ബേസിലാണ് DNA വെച്ചിരിക്കുന്നത്. സോ നമുക്ക് ആ ജെല്ലിൽ നിന്ന് ഇനി DNA സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ദ സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെൻറ്റ്സ് ക്യാൻ ബി വിഷ്വലൈസ്ഡ് ഓൺലി ആഫ്റ്റർ സ്റ്റെയിനിങ് ദ DNA വിത്ത് എ കോമ്പൗണ്ട് നോൺ എസ് എത്തിഡിയം ബ്രോമൈഡ് ഫോളോഡ് ബൈ എക്സ്പോഷർ ടു UV റേഡിയേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ നമുക്ക് ആവശ്യമായിട്ടുള്ള DNA ഫ്രാഗ്മെൻറ്റ് സൈസിനനുസരിച്ച് അവർ മൂവ് ചെയ്ത് മാറി വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് വേണ്ട ആളിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്റ്റെയിൻ കൂടെ ഇവിടെ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ്റെ പേര് എത്തിഡിയം ബ്രോമൈഡാണ്. ഇതിനെ നമുക്ക് നേക്കഡ് ആയി വെച്ച് കാണാൻ പറ്റത്തില്ല. ഈ എത്തിഡിയം ബ്രോമൈഡിൻ്റെ കളർ കാണണമെന്നുണ്ടെങ്കിൽ UV റേഡിയേഷനിൽ കൊണ്ടുവച്ചാൽ മാത്രമേ കാണുള്ളൂ. ഓക്കെ, UV റേഡിയേഷനിൽ അപ്പോൾ നമുക്ക് എന്ത് പറ്റും, UV റേഡിയേഷനിൽ നോക്കുമ്പോൾ നമുക്ക് ഓറഞ്ച് കളേർഡ് ബാൻഡ്സ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഓറഞ്ച് കളേർഡ് ബാൻഡ് ഓറഞ്ച് കളറിലാണ് സ്റ്റെയിൻ ചെയ്ത് വരുന്നത്. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ ഡിസൈഡ് ആയിട്ടുള്ള DNA ഇതാണെന്നുള്ളത്. ആ പോർഷൻ എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അഗറോസ് ജെല്ലിൽ നിന്ന്. പിന്നെ കട്ട് ചെയ്തെടുക്കുന്നത് ഈ സ്റ്റെപ്പിനെ പറയുന്നത് എലൂഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, എലൂഷൻ, അതായത് എലൂട്ട് ചെയ്ത് DNA പുറത്തെടുക്കുന്ന പ്രോസസ്സാണ് എലൂഷൻ. എന്നിട്ട് പിന്നീട് ദ DNA ഫ്രാഗ്മെൻറ്റ്സ് പ്യൂരിഫൈഡ് ഇൻ ദിസ് വേ ആർ യൂസ്ഡ് ഇൻ കൺസ്ട്രക്റ്റിംഗ് റീകോമിനൻറ്റ് DNA ബൈ ജോയിനിങ് ദം വിത്ത് ക്ലോണിങ് വെക്ടേഴ്സ്. അപ്പോൾ നമ്മൾ DNA ഫ്രാഗ്മെൻറ്റ് ചെയ്തു, ആ ഫ്രാഗ്മെൻറ്റിനെ കൊണ്ടുപോയി നമുക്ക് എവിടെ ഒട്ടിക്കണം, ക്ലോണിങ് വെക്ടേഴ്സിൽ ഒട്ടിക്കണം. സോ അതിന് മുമ്പേ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിസൈറബിൾ ഫ്രാഗ്മെൻറ്റ് ഏതാണ് അതിനെ കണ്ടുപിടിക്കുന്ന പ്രോസസ്സാണ് ഈ ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. ഇനി ക്ലോണിങ് വെക്ടേഴ്സിനെ പറ്റി നോക്കാം. Cloning vectors എന്ന് പറയുമ്പോൾ you know that plasmids and bacteriophages have the ability to replicate within bacterial cells independent of the control of chromosomal DNA. Bacteriophages, because of their high number per cell, have very high copy numbers of their genome with the bacterial gel. Some plasmids may have only 1 or 2 copies per cell, whereas others may have 15 to 100 copies per cell. Their numbers can go even higher. If we are able to link an alien piece of DNA with the bacteriophage or plasmid DNA, we can multiply its numbers equal to the copy number of the plasmid or bacteriophage. Vectors used at present are engineered in such a way that they help use easy linking of foreign DNA and selection of recombinants from non-recombinants. ഓക്കെ, അപ്പോൾ നമ്മളിനി വെക്ടേഴ്സിലോട്ട് പോവുകയാണ്. വെക്ടേഴ്സിൻ്റെ യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഈ വെക്ടറിൽ നമ്മുടെ DNA ഫ്രാഗ്മെൻറ്റിനെ വെച്ച് കഴിഞ്ഞാൽ ലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ കോപ്പീസ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ക്ലോണിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഈ വെക്ടേഴ്സിൽ തന്നെ കറക്റ്റായിട്ട് നമ്മൾ DNA പോയി ബൈൻഡ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് അറിയണമല്ലോ. ദാറ്റ് മീൻസ് ആ ഒരു സെല്ല് ട്രാൻസ്ഫോംഡ് ആയോ ഇല്ലയോ, ആ ഒരു വെക്ടർ റീകോമ്പിനൻ്റ് ആയോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. സോ അതെല്ലാം ഈ വെക്ടേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം നടക്കും. ഓക്കെ, ഇനി നമുക്ക് പോവാം ക്ലോണിംഗ് വെക്ടറിൻ്റെ ഫീച്ചേഴ്സ്. ദ ഫോളോയിങ് ആർ ദി ഫീച്ചേഴ്സ് ദാറ്റ് ആർ റിക്വയർഡ് ടു ഫെസിലിറ്റേറ്റ് ക്ലോണിംഗ് ഇൻ ടു എ വെക്ടർ. ഒന്നാമത്തേത് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഓക്കെ, ഒരു ക്ലോണിംഗ് വെക്ടറിലുള്ള ഭാഗങ്ങളാണ് നോക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സാണ് നോക്കുന്നത്. 1 ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, 2 സെലക്റ്റബിൾ മാർക്കേഴ്സ്, 3 ക്ലോണിംഗ് സൈറ്റുകൾ. ഓക്കെ, ക്ലോണിംഗ് സൈറ്റുകൾ. ഒന്നാമത്തെ ഫീച്ചർ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ORI എന്ന് നമ്മൾ പറയും. ഓക്കെ, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്ലോണിംഗ് വെക്ടറിൽ ഒരു ഭാഗം ഉണ്ടാകും. അവിടെ നിന്നാണ് ഒരു പീസ് ഓഫ് DNAനെ നമ്മൾ ലിങ്ക് ചെയ്തിട്ട് അവിടെ റെപ്ലിക്കേഷൻ സ്റ്റാർട്ടാവുന്നത്. ഓക്കെ, നമ്മൾ കൊടുത്ത DNAൻ്റെ റെപ്ലിക്കേഷൻ സ്റ്റാർട്ടാവുന്നത് ആ ഒരു പോയിന്റിലായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു സീക്വൻസിലായിരിക്കും. അതാണ് നമ്മൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രം വെയർ ദ റെപ്ലിക്കേഷൻ ഓഫ് DNA സ്റ്റാർട്ട്സ്. അതുമാത്രമല്ല, എത്ര കോപ്പി നമ്പേഴ്സ് വേണം, ഈ ഒരു ലിങ്ക്ഡ് DNAയുടെ എത്ര കോപ്പീസ് വേണം എന്നുള്ളതിൻ്റെ കൺട്രോളിങ് ചെയ്യുന്നതും ആരാണ്, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ തന്നെയാണ്. അടുത്ത രണ്ടാമത്തെ ഫീച്ചറിൽ വരുന്നത് സെലക്റ്റബിൾ മാർക്കേഴ്സാണ്. ഓക്കെ, സെലക്റ്റബിൾ മാർക്കേഴ്സ്, അതായത്
ഈ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷന് പുറമെ വെക്ടറിലുണ്ടാവുന്ന ഒരു ഭാഗമാണ് സെലക്റ്റബിൾ മാർക്കർ എന്ന് പറയുന്നത്. അത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു വെക്ടറിലോട്ട് ഒരു DNA ഫ്രാഗ്മെൻറ്റിനെ കൊണ്ടുപോയി എത്തിച്ചു കഴിഞ്ഞാൽ അത് അവിടെ കറക്റ്റായിട്ട് എത്തിയോ ഇല്ലയോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു റീകോമിനൻ്റ് സെല്ലുകളെ നോൺ റീകോമിനൻ്റ് സെല്ലുകളിൽ നിന്ന് വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സെലക്റ്റബിൾ മാർക്കേഴ്സ്. പിന്നെ ഇവിടെ നമ്മൾ ട്രാൻസ്ഫോർമൻസും അതുപോലെ നോൺ ട്രാൻസ്ഫോർമൻസിനെയും മനസ്സിലാക്കാനും യൂസ് ചെയ്യുന്നു എന്ന് കേട്ടാലും സെയിം കാര്യം തന്നെയാണ്. അതായത് ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് ഈസ് എ പ്രൊസീജിയർ ത്രൂ വിച്ച് എ പീസ് ഓഫ് DNA is introduced in a host bacterium. ഒരു ഹോസ്റ്റ് ബാക്ടീരിയത്തിൻ്റെ അകത്തോട്ട് ഒരു ഫോറിൻ DNA എത്തിക്കുന്ന അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊസീജിയറാണ് ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ അങ്ങനെ അതായത് ആ ഒരു ഹോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, മോഡിഫൈ ചെയ്തു, ജനറ്റിക്കലി മോഡിഫൈ ചെയ്തു. സോ അങ്ങനെ ട്രാൻസ്ഫോർമേഷൻ നടന്നു എങ്കിൽ മാത്രമല്ല അവിടെ ജനറ്റിക് റീകോമ്പിനേഷൻ നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. സോ നമ്മൾ അവരെ ട്രാൻസ്ഫോർമൻസ് അല്ലെങ്കിൽ നോൺ ട്രാൻസ്ഫോർമൻസ് എന്ന് വേർതിരിക്കും. മറ്റേ റീകോമ്പിനേഷൻ്റെ ടേമിൽ പറയുകയാണെങ്കിൽ റീകോമ്പിനൻസ് അല്ലെങ്കിൽ നോൺ റീകോമ്പിനൻസ് എന്ന് പറഞ്ഞിട്ട് വേർതിരിക്കും. സോ ഇതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് സെലക്റ്റബിൾ മാർക്കേഴ്സ്. കൂടുതലായിട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഒക്കെയാണ് ഈ ഒരു സെലക്റ്റബിൾ മാർക്കേഴ്സിൽ അങ്ങനത്തെ ജീൻസാണ് വരുന്നത്. അടുത്തത് ക്ലോണിങ് സൈറ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതില്ലേ റെക്കഗ്നിഷൻ നമ്മളിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന റെസ്ട്രിക്ഷൻ എൻസൈമുകളില്ലേ, അവർക്ക് ആക്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു റെക്കഗ്നിഷൻ സൈറ്റ്, റെക്കഗ്നിഷൻ സീക്വൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. സോ ആ സീക്വൻസ് അടങ്ങിയിരിക്കുന്ന ആ സൈറ്റുകളാണ് നമ്മൾ ക്ലോണിങ് സൈറ്റുകൾ എന്ന് പറയുന്നത്. സോ റെസ്ട്രിക്ഷൻ എൻസൈംസിന് വന്ന് ആക്ട് ചെയ്യാൻ പറ്റുന്ന സൈറ്റുകൾ, റെക്കഗ്നിഷൻ സൈറ്റുകളാണ് ക്ലോണിങ് സൈറ്റുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈക്കോളൈ ക്ലോണിങ് വെക്ടർ PBR322 ആണ്. 322 ആണ്. ഇവിടുത്തെ റെസ്ട്രിക്ഷൻ സൈറ്റുകൾ ഇതൊക്കെയാണ്: ഹൈൻഡ് 3, പിന്നെ BAM-H1, SAL1, PVU2, PVU1, PST1, ഇതൊക്കെയാണ് ഇവിടുത്തെ പറയുന്നത് റെസ്ട്രിക്ഷൻ സൈറ്റുകൾ. പിന്നെ ഇവിടുത്തെ സെലക്റ്റബിൾ മാർക്കേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ആംപിസിലിൻ 6, അതുപോലെ ടെട്രാസൈക്ലിൻ 6. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ റീകോമിനൻ്റ് ആയിട്ടുള്ളവരെയും അല്ലാത്തവരെയും തിരിച്ചറിയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഈ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീനുള്ള ഈ ഒരു സൈറ്റിലാണ് നമ്മൾ ഒരു ഫോറിൻ DNA കൊണ്ട് ലിഗേറ്റ് ചെയ്തത് എന്ന് കരുതുക. അപ്പോൾ എന്ത് പറ്റും? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് എന്താവും? അവിടെ ഇനാക്റ്റീവ് ആവപ്പെടുകയാണ് അല്ലേ, ഫോറിൻ DNA വന്ന് മാസ്ക് ചെയ്യുകയാണ്. സോ നമ്മുടെ ട്രാൻസ്ഫോംഡ് സെല്ലുകൾക്കൊന്നും ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് കാണത്തില്ല. അവരെ നമ്മൾ ഇപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഹോസ്റ്റിലോട്ട് ഈ വെക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അവരെ നമ്മൾ ഒരു ടെട്രാസൈക്ലിൻ മീഡിയയിലും അതുപോലെ ആൻപിസിലിൻ മീഡിയയിലും ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ വളർത്താൻ വേണ്ടി വയ്ക്കുകയാണെങ്കിൽ അവർ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻ്റ് അല്ലാത്തത് കൊണ്ട് ആ ഒരു മീഡിയയിൽ ഗ്രോ ചെയ്യത്തില്ല. ആംപിസിലിൻ റെസിസ്റ്റൻ്റ് ആയതുകൊണ്ട് ആ ഒരു മീഡിയയിൽ ഗ്രോ ചെയ്യും. സോ ഇങ്ങനെ നമുക്ക് ട്രാൻസ്ഫോർമൻസിനെയും നോൺ ട്രാൻസ്ഫോർമൻസിനെയും തിരിച്ചറിയാൻ പറ്റും. അതുപോലെ കളർ വെച്ചിട്ടുള്ള ഒരു മെത്തേഡാണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ പറയുന്നത്. അതായത് ഇതിപ്പോൾ നമ്മൾ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചതുപോലെ തന്നെ നമ്മൾ ഗാലക്ടോസിഡേസ് എൻസൈമിനെ റിലീസ് ചെയ്യാൻ പറ്റുന്ന, സിന്തസൈസ് ചെയ്യാൻ പറ്റുന്ന സീക്വൻസ് വരുന്ന ഒരു പോർഷൻ, അവിടെയാണ് നമ്മളിതുപോലെ ജീൻസിനെ കൊണ്ടുപോയി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ക്യാരക്ടർ അവിടെ മാസ്ക് ചെയ്യപ്പെടും. സോ നമുക്ക് എന്ത് പറ്റും? കിട്ടുന്ന സെല്ലുകളൊന്നും, ബാക്ടീരിയൽ സെൽസിനൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ബ്ലൂ കളർ കോളനീസ് ഫോം ചെയ്യാൻ പറ്റത്തില്ല. സോ അവരാണ് ആ ഒരു ഇൻസേർഷൻ നടന്നു എന്ന് പറയുന്നത്, ആ ഒരു റീകോമിനൻ്റ് നടന്നു എന്ന് പറയുന്നത്. നോൺ റീകോമിനൻസ് ആണെങ്കിൽ കളേർഡ് കോളനീസ് കാണിക്കും. The presence of a chromogenic substrate gives blue-colored colonies if the plasmid in the bacteria does not have an insert. Presence of insert results into insertional inactivation in the galactosidase and the colonies do not produce any color. So ഇങ്ങനെ നമുക്ക് റീകോമിനൻറ്റിനെയും നോൺ റീകോമിനൻറ്റിനെയും തിരിച്ചറിയാൻ പറ്റും.
ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന വെക്റ്റേഴ്സൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. വെക്റ്റേഴ്സ് നമ്മൾ പറഞ്ഞല്ലോ, ഈ ഒരു ഫോറിൻ DNA കൊണ്ട് ചെല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോസ്റ്റിലോട്ട് കൊണ്ടെത്തിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വെഹിക്കിൾസാണ് ആക്ച്വലി വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് വെക്റ്റേഴ്സായിട്ട് ഈ ചില പാത്തജൻസിനെയൊക്കെ യൂസ് ചെയ്യാം. അതായത് അഗ്രോബാക്ടീരിയൻ ട്യൂമിഫേഷ്യൻസ് എന്ന് പറയുന്ന ഒരു ഒരു പാത്തജനാണ്. ഓക്കെ, അതായത് നമ്മൾ ഈ പ്ലാന്റിലൊക്കെ ട്യൂമർ ഇൻഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലാന്റിലെ സെല്ലുകളെയൊക്കെ ക്യാൻസറസ് സെൽസ് ആക്കുന്ന ട്യൂമർ സെൽസ് ആക്കുന്ന ചില പാത്തജൻസ് ആൻഡ് അഗ്രോബാക്ടീരിയൻ ട്യൂമിഫേഷ്യൻസ്. സോ ആ ഒരു ക്യാരക്ടറിനെ നമുക്ക് യൂസ് ചെയ്തിട്ട്, അതായത് അഗ്രോബാക്ടീരിയൻ ട്യൂമിഫേഷ്യൻസിൻ്റെ ഈ ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡിനെ നമുക്ക് വെക്റ്റേഴ്സായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ റിട്രോ വൈറസ് എന്ന് പറയുമ്പോൾ ആനിമൽ സെൽസിൽ ആനിമൽ സെല്ലുകളെ ക്യാൻസറസ് സെൽസ് ആക്കുന്ന വൈറസുകളാണ് ഇവർ. സോ അവരിലെ ഈ ഒരു കഴിവിനെ നമുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റിട്രോ വൈറസിനെയും നമുക്ക് വെക്റ്റേഴ്സായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഇതൊക്കെ തന്നെയാണ് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും ഒത്തിരി വെക്റ്റേഴ്സ് ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ നമ്മൾ അത്രയും വെക്റ്റേഴ്സിൻ്റെ കാര്യത്തിലോട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്നില്ല. നമുക്ക് കൂടുതൽ ഇവിടെ പ്രോസസ്സുകളും ടേംസുകളാണ് വേണ്ടത് ഈ ഒരു ചാപ്റ്ററിൽ. അടുത്തത് കോമ്പീറ്റൻ്റ് ഹോസ്റ്റ്. ഒരു ഹോസ്റ്റിനെ അപ്പോൾ നമ്മളെ കയ്യിൽ നമ്മൾ ഉദ്ദേശിച്ച DNA ഫ്രാഗ്മെൻ്റ് എല്ലാം റെഡിയായി. അതിന് നമുക്കിനി എന്ത് ചെയ്യണം, നമ്മളൊരു വെക്ടറിലോട്ടൊക്കെ എത്തിച്ചു കഴിഞ്ഞു. ഇനി ഇതിനെ കറക്റ്റായിട്ട് എത്തേണ്ട സ്ഥലത്ത് കൊണ്ട് എത്തിക്കണം. ദാറ്റ് മീൻസ് ഒരു ഹോസ്റ്റിൻ്റെ അകത്തോട്ട് എത്തിക്കണം. അപ്പോൾ ഹോസ്റ്റ് വെറുതെ ഇരിക്കുന്ന ഹോസ്റ്റിനെ എന്ത് ചെയ്യുകയാണ്, നമ്മളൊന്ന് കോമ്പീറ്റ് ആക്കുകയാണ്. പുതിയൊരു DNA വരുന്നുണ്ട്. സോ അയാളെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാകപ്പെടുത്തി എടുക്കണം. അതിനെയാണ് നമ്മൾ കോമ്പീറ്റ് എന്ന് പറയുന്നത്. വി ഹാവ് ടു മേക്ക് ദ സെൽ കോമ്പീറ്റൻറ്റ് ടു ടേക്ക് അപ്പ് ദ DNA. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവരെ ചില സ്പെഷ്യൽ കാറ്റോൺസുമായിട്ടൊക്കെ, ഡൈവാലൻറ്റ് കാറ്റോൺസ് ലൈക്ക് കാൽഷ്യമായിട്ടൊക്കെ ട്രീറ്റ് ചെയ്യും. എന്തിനാണ്, കൂടുതൽ എഫിഷ്യൻ്റായിട്ട് ഈ സെല്ലിൻ്റെ, ഇപ്പോൾ ബാക്ടീരിയയുടെയൊക്കെ സെൽ വോളിലുള്ള പോർസില്ലേ അതിനകത്തു കൂടിയൊക്കെ നമ്മുടെ റീകോമിനൻ്റ് DNAക്ക് പ്രവേശിക്കാൻ കണക്കിന് അവരെ ഒന്ന് കോമ്പീറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ ചെയ്യുന്നത്, റീകോമിനൻ്റ് DNA ക്യാൻ ബി ദെൻ ഫോഴ്സ്ഡ് ഇൻ ടു സച്ച് സെൽസ് ബൈ ഇൻക്യുബേറ്റിംഗ് ദ സെൽസ് വിത്ത് റീകോമിനൻ്റ് DNA ഓൺ ഐസ് ഫോളോഡ് ബൈ പ്ലേസിംഗ് ദം ബ്രീഫ്ലി അറ്റ് 42 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ ഇവരെ കാൽഷ്യമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഒരു ഹീറ്റ് ഷോക്ക് കൊടുക്കുന്നു 42 ഡിഗ്രി സെൽഷ്യസിൽ. പിന്നെ അവരെ എന്ത് ചെയ്യാണ്, നമ്മളതിന് ഫസ്റ്റ് കാൽഷ്യം ദെൻ ഐസ് കൊടുക്കുന്നു. പിന്നെ 42 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് ഷോക്ക് കൊടുക്കുന്നു. പിന്നെയും തിരിച്ച് ഐസിലോട്ട് തന്നെ അവരെ വയ്ക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആ ബാക്ടീരിയയ്ക്ക് കൂടുതൽ അവർ പുതിയൊരു റീകോമിനൻ്റ് DNAനെ അവരിലോട്ട് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കോമ്പീറ്റ് ആവും. അതുപോലെ മറ്റ് മെത്തേഡ്സുകളാണ്. ഒന്ന് മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ ഫോറിൻ DNAനെ ഹോസ്റ്റ് സെല്ലിലോട്ട് ഡയറക്റ്റായിട്ട് എത്തിക്കുന്ന പ്രോസസ്സാണ് മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ചെയ്യുന്നത്, റീകോമിനൻ്റ് DNA ഈസ് ഡയറക്റ്റ്ലി ഇഞ്ചക്റ്റഡ് ഇൻ ടു ദി ന്യൂക്ലിയസ് ഓഫ് ആൻ ആനിമൽ സെല്ലിൻ്റെ ന്യൂക്ലിയസിൽ ഡയറക്റ്റായിട്ട് ഇഞ്ചക്റ്റ് ചെയ്യുവാണ് മൈക്രോ ഇഞ്ചക്ഷനിൽ. ഇനി ബയോളിസ്റ്റിക്സ് അല്ലെങ്കിൽ ജീൻ ഗൺ മെത്തേഡിലെന്ന് പറയുമ്പോൾ ഗോൾഡ് അല്ലെങ്കിൽ ടങ്സ്റ്റീൻ മൈക്രോ പാർട്ടിക്കിൾസിൽ DNAനെ കോട്ട് ചെയ്തിട്ട് അവരെ നമുക്ക് വേണ്ട ഏത് ഹോസ്റ്റ് സെല്ലാണോ അതിലോട്ട് ബൊമ്പാർഡ് ചെയ്യിക്കും. അതാണ് ബയോളിസ്റ്റിക്സ് അല്ലെങ്കിൽ ജീൻ ഗൺ എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് ഡിസാംഡ് പാത്തജൻ വെക്ടേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. അതായത് വിച്ച് വെൻ അലൗഡ് ടു ഇൻഫെക്റ്റ് ദ സെൽ ട്രാൻസ്ഫർ ദ റീകോമിനൻ്റ് DNA ഇൻ ടു ദ ഹോസ്റ്റ്. ഒരു പാത്തജൻ്റെ ഡിസീസ് ഉണ്ടാക്കുന്ന കഴിവിന് പകരം നമ്മൾ കൊടുക്കുന്നത് എന്തായിരിക്കും, നമ്മുടെ ഫോറിൻ DNA ആയിരിക്കും കൊടുക്കുന്നത്. സോ അവർ നോർമലി ഡിസീസ് ഉണ്ടാക്കുന്ന ആ ഒരു കഴിവ് ആ ഒരു ഹോസ്റ്റലിലോട്ട് അല്ലെങ്കിൽ ആ ഒരു ജീനിനെ ഹോസ്റ്റലിലോട്ട് എത്തിക്കുന്നതിന് പകരം നമ്മൾ കൊടുത്ത ജീനിനെ എത്തിക്കും. സോ അങ്ങനെ നമുക്ക് ഡിസാംഡ് പാത്തജൻസിനെ യൂസ് ചെയ്തിട്ടും ഒരു സെല്ലിൻ്റെ അകത്തോട്ട് ഫോറിൻ DNAനെ കൊണ്ടുചെല്ലാം. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് റീകോമിനൻ്റ് DNA ടെക്നോളജിക്കകത്ത് വരുന്ന പ്രോസസ്സുകളാണ്. സോ ഒന്നാമത്തേത് ഐസൊലേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ കുറച്ച് എൻസൈമുകളെയൊക്കെ നോക്കി വയ്ക്കുക. അതായത് ഇപ്പോൾ ബാക്ടീരിയൽ സെല്ലുകളെയൊക്കെയാണ് നമ്മളിപ്പോൾ പറയത്തില്ലേ, സെല്ലിൻ്റെ അകത്തല്ലേ ഈ ജനറ്റിക് മെറ്റീരിയൽ ഇരിക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് അതിൻ്റെ സെല്ലിൻ്റെ മെംബ്രെയിനും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ബ്രേക്ക് ചെയ്യണം. എന്നിട്ട് മാത്രമല്ലേ നമുക്ക് ജനറ്റിക് മെറ്റീരിയലിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അപ്പോൾ നമ്മൾ ഇത് പറയുന്നത്, ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ treating the bacterial cells or plant or animal tissue with enzymes such as lysozyme bacteria
ബാക്ടീരിയയുടെ സെൽ വോളൊക്കെയാണ് നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ അവരെ നമുക്ക് ലൈസോസൈം എൻസൈം വെച്ച് ട്രീറ്റ് ചെയ്താൽ മതി. പ്ലാന്റ് സെൽസിൻ്റെ സെൽ വോളിനെയൊക്കെ കളയാൻ വേണ്ടിയിട്ട് സെല്ലുലേസ് എൻസൈം യൂസ് ചെയ്യുക. ഫംഗസ് ആണെങ്കിൽ കൈറ്റിനേസ് എൻസൈം യൂസ് ചെയ്യാം. ഓക്കെ, പിന്നീട് നമുക്കിവിടെ MCQ മോഡലിൽ വരുന്നത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, പിന്നെ നമ്മുടെ DNA ഫ്രാഗ്മെൻ്റ് ആക്കണമെങ്കിൽ റെസ്ട്രിക്ഷൻ എൻസൈംസാണ് വേണ്ടത്. ദെൻ നമുക്ക് വേണ്ടത് ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ആംപ്ലിഫൈ ചെയ്യണം. ഓക്കെ, നമുക്ക് കിട്ടുന്ന ഫ്രാഗ്മെൻറ്റ്സിനെ നമ്മൾ ആംപ്ലിഫൈ ചെയ്തെടുക്കും. ദാറ്റ് മീൻസ് മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ്, ഒരു ടെക്നിക്കാണ് PCR എന്ന് പറയുന്നത്. PCR അല്ലെങ്കിൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഓക്കെ, ഇവിടെ പോളിമറൈസ് ചെയിൻ റിയാക്ഷനിൽ 3 സ്റ്റെപ്പാണ് വരുന്നത്. 1 ഡീനാച്ചുറേഷൻ, 2 അനീലിംഗ്, 3 സ്ട്രാൻഡ് എക്സ്റ്റൻഷൻ. ഓക്കെ, ഡീനാച്ചുറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ DNA ഫ്രാഗ്മെൻറ്റിനെ സെപ്പറേറ്റ് ചെയ്യാണ്. ഓക്കെ, ഡീനാച്ചുറേഷനിൽ സെപ്പറേഷനാണ് നടക്കുന്നത്. അടുത്ത ഇത് വരുമ്പോൾ നമ്മുടെ ഡീനാച്ചുറേഷനിൽ വരുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചർ കൊടുത്തിട്ടാണ് നമ്മൾ DNA സെപ്പറേറ്റ് ചെയ്യുന്നത്. 94 ഡിഗ്രി സെൽഷ്യസാണ് ഇവിടെ കൊടുക്കുന്നത്. രണ്ടാമത്തേത് അനീലിംഗ്. അനീലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ടെമ്പറേച്ചറോടെ കുറയ്ക്കുകയാണ്, 45 ഡിഗ്രി സെൽഷ്യസിലോട്ട് ടെമ്പറേച്ചർ എത്തിക്കുകയാണ്. അവിടെ നമ്മൾ പ്രൈമേഴ്സ് ആഡ് ചെയ്യും. പ്രൈമേഴ്സ് ആഡ് ചെയ്യുമ്പോൾ അതൊരു ഷോർട്ട് ന്യൂക്ലിയോടൈഡ് സീക്വൻസാണ് ഈ പ്രൈമർ എന്ന് പറയുന്നത്. ഇവർ പോയിട്ട് നമ്മളെ ടെംപ്ലേറ്റിൻ്റെ 3' എൻഡിൽ പോയി ബൈൻഡ് ചെയ്യും. ഓക്കെ, ജോയിൻ ചെയ്യും. അതിനുശേഷം മൂന്നാമത് നടക്കുന്നത് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. എക്സ്റ്റൻഷനിൽ DNA പോളിമറൈസ് എൻസൈം, ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ DNA പോളിമറൈസ് എൻസൈം ആഡ് ചെയ്യപ്പെടും. സോ അവരെന്ത് ചെയ്യും, സ്ട്രാൻഡിലോട്ട് അല്ലെങ്കിൽ ആ പ്രൈമറിലോട്ട് കൂടുതൽ ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്ത് സ്ട്രാൻഡിനെ എക്സ്റ്റെൻഡ് ചെയ്യും. ഓക്കെ, ലാസ്റ്റ് അങ്ങനെ നമുക്ക് ഈ ഒരു ആംപ്ലിഫിക്കേഷൻ നമുക്ക് ഇത്രയും നമ്മൾ വളരെ കുറച്ച് നമ്പറിലൊന്നും 1-2 നമ്പറിലൊന്നും തുടങ്ങിയിട്ട് നമുക്ക് മില്യൺസ് അല്ലെങ്കിൽ ബില്യൺസ് ഓഫ് കോപ്പീസ് ഈ ഒരു പ്രോസസ്സ് വഴി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഇവിടെ ഇതിൽ വരുന്നത് MCQ ലെവലിൽ വരുന്നത് ഇവിടെ യൂസ് ചെയ്യുന്ന പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം ഹൈലി തെർമോസ്റ്റേബിൾ ആണ്. അത് ഭയങ്കരമായിട്ട് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പോളിമറൈസ് എൻസൈമാണ്. ഇതിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നത് തെർമസ് അക്വാറ്റിക്കസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയിൽ നിന്നുമാണ് ഐസൊലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തിനി അപ്പോൾ നമ്മുടെ ഫ്രാഗ്മെൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞു. ഫ്രാഗ്മെൻറ്റൊക്കെ നമ്മുടെ DNA ഡിസൈറബിൾ ആയിട്ടുള്ള DNA കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ ഹോസ്റ്റിലോട്ട് നമ്മുടെ കോപ്പീസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനി ഇവരെ എന്ത് ചെയ്യാൻ പറ്റും, ഹോസ്റ്റലിലോട്ട് കൊണ്ടെത്തിക്കാൻ പറ്റും. ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ. അപ്പോൾ ഇവിടെ PCR പറയാൻ വേണ്ടി മാത്രമേ ഇപ്പോൾ എക്സ്ട്രാ ഒരു കാര്യമായിട്ട് പറഞ്ഞുള്ളൂ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള സെല്ലുകൾ ഇതുപോലെ ബയോടെക്നോളജിക്കലി ഉള്ള പ്രോസസ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ആവശ്യമായിട്ടുള്ള സെല്ലുകൾ അല്ലെങ്കിൽ അതിലെ എൻസൈമുകൾ അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും പ്രോട്ടീൻസ് മാത്രമായിരിക്കും. സോ അവരെയൊക്കെ നമുക്ക് ലാർജ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വെസൽസാണ് ബയോ റിയാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബയോ റിയാക്ടേഴ്സ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള വോള്യൂംസ് ഉണ്ട്. അപ്പോൾ ഈ ബയോ റിയാക്ടറിൽ അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് നോക്കി വെച്ചോ. ഇവിടെ ഇപ്പോൾ സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോ റിയാക്ടറും പിന്നെ സ്പാർജ്ഡ് സ്റ്റിർഡ് ടാങ്ക് ബയോ റിയാക്ടറൊക്കെ കാണിച്ചിട്ടുണ്ട്. അതായത് ബയോ റിയാക്ടർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ഓർഗാനിസംസിനെ ലാർജ് ക്വാണ്ടിറ്റീസിൽ വളർത്തിയെടുക്കാൻ പറ്റും. ആവശ്യമായിട്ടുള്ള എയർ, pH, എല്ലാ കണ്ടീഷനും നമുക്കിവിടെ കൂളിംഗ് സിസ്റ്റമൊക്കെ ഉണ്ടാവും, എല്ലാം കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്കിവിടെ ഇല്ല. ജസ്റ്റ് ഇത്രയും ലാർജ് ക്വാണ്ടിറ്റീസിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്, ബയോ റിയാക്ടറിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. അത്രയും നോക്കിയാൽ മതി. ആ വെസൽസ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ബയോളജിക്കലായിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ മേക്കിങ് ചെയ്യുന്നത്. ഇനി ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദി ബയോസിന്തറ്റിക് സ്റ്റേജ് ദ പ്രോഡക്റ്റ് ഹാസ് ടു ബി സബ്ജക്റ്റഡ് ത്രൂ എ സീരീസ് ഓഫ് പ്രോസസ്സസ് ബിഫോർ ഇറ്റ് ഈസ് റെഡി ഫോർ മാർക്കറ്റിംഗ് ആസ് എ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. The process includes separation and purification, which are collectively referred to as downstream processing. The product has to be formulated with the suitable preservatives. Such a formulation has to undergo thorough clinical trials, as in case of drugs. Strict quality control testing for each product is also required. The downstream processing and quality control testing vary from product to product. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഒരു ഓർഗാനിസത്തിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, അപ്പോൾ നമ്മളൊരു ഇതൊക്കെ പറയത്തില്ലേ, ഇപ്പോൾ നമ്മുടെ
എന്താണ് ഇപ്പോൾ വാക്സിൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോഡക്റ്റ്, ആൻറ്റിബയോട്ടിക്സിന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നത്. സോ അതിലൊക്കെ നമുക്ക് എന്താണ്, നമ്മൾ ആ ഒരു ഹോസ്റ്റ് സെല്ലിൽ വരെ കൊണ്ട് എത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെ നമ്മൾ മൾട്ടിപ്പിൾ കോപ്പീസ് ആക്കി കഴിഞ്ഞാലും നമുക്ക് എന്താണ് അവരെ നമ്മൾ കൾച്ചർ ചെയ്യണം അല്ലേ. കൾച്ചർ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ഇത്തരത്തിലുള്ള ബയോ റിയാക്ടേഴ്സ് യൂസ് ചെയ്യും. അങ്ങനെ കൾച്ചർ ചെയ്തെടുത്താലും ചിലപ്പോൾ എന്തായിരിക്കും അവരിൽ നിന്നുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഇൻട്രാ സെല്ലുലാർ ആയിരിക്കും, അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ ആയിരിക്കും. ഓക്കെ, അവർ റിലീസ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ തന്നെ ഉള്ളതായിരിക്കും. സോ അതിനെയൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, പ്യൂരിഫൈ ചെയ്തെടുക്കണം അല്ലേ. പ്യൂരിഫൈ ചെയ്ത് അതിനെ സെപ്പറേറ്റ് ചെയ്ത് പ്യൂരിഫൈ ചെയ്തെടുക്കണം. സോ ഫൈനൽ നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലെത്തുന്നതിന് തൊട്ട് മുന്നേ വരെയുള്ള എന്തെല്ലാം പ്രോസസ്സുകളുണ്ടോ അത്രേനെ നമ്മൾ പറയുന്നതാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ വൺസ് ഈ ഓർഗാനിസത്തിനെ ബയോസിന്തസൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ ഫോർമുലേറ്റ് ചെയ്ത് ഫൈനൽ പ്രൊഡക്റ്റ് ആക്കുന്നത്, ആ മാർക്കറ്റിംഗ് വരെ അതിന് തൊട്ട് മുന്നേ വരെ വരുന്ന ഭാഗം അത്രയാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്ങിൽ വരുന്നത്. താങ്ക് യു.